നമസ്കാരം. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, എങ്ങനെയാണ് നമുക്ക് സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാം, അതിന് എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, ദെൻ അത് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വാട്ട് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻ ഓർ പൊസിഷൻ ഓഫ് എ സെൻട്രൽ വാല്യൂ ടു ഡിസ്ക്രൈബ് ദ സെൻട്രൽ ടെൻഡൻസി of the entire data are called measures of central tendency. എന്താണ് measures of central tendency എന്ന് പറഞ്ഞാൽ? measures of central tendency എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ്. അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? നമ്മുടെ ഒരു സെൻട്രൽ ടെൻഡൻസി, നമ്മുടെ entire ഡാറ്റയുടെ സെൻട്രൽ ടെൻഡൻസി എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, അതിന്റെ സെൻട്രൽ വാല്യൂവിന്റെ പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസി അവിടെ മെഷർ ചെയ്യാം. അതെങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? അതിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് എന്ത് എന്ന് പറയുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു എൻറ്റയർ ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റയുടെ സെൻട്രൽ ടെൻഡൻസി, അതിന്റെ ഒരു സെൻട്രൽ വാല്യൂ, അല്ലെങ്കിൽ അതിന്റെ ആ സെൻട്രൽ വാല്യൂവിന്റെ പൊസിഷൻ, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെയാണ് എന്ത് പറയുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് വേറൊരു പേര് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ലൊക്കേഷൻ എന്നും പറയാം. ഓക്കെ, അതിനെ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ലൊക്കേഷൻ എന്നും പറയാം. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെഷർ എന്ന് പറയുന്നത് മീൻ ആണ്. മീൻ, മീഡിയൻ, മോഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മീൻ ആണ്, അതിന്റെ കൂടെ മീഡിയനും മോഡും. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർ ആണ് ഇത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്, അതായത് സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർ ആണ് ഇത് എന്ന് പറയുന്നത് മീൻ, അതിന്റെ കൂടെ മീഡിയൻ ആൻഡ് മോഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സെൻട്രൽ ടെൻഡൻസിയുടെ മെഷേഴ്സിനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ്. ഒന്ന് മാത്തമാറ്റിക്കൽ ആവറേജസ് ആണ്, മറ്റൊന്ന് പൊസിഷണൽ ആവറേജസ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മാത്തമാറ്റിക്കൽ ആവറേജസ് ആൻഡ് പൊസിഷണൽ ആവറേജസ്. മാത്തമാറ്റിക്കൽ ആവറേജസിൽ വരുന്നതാണ് മീൻ ഓർ അരിത്തമെറ്റിക് മീൻ, മറ്റൊന്ന് ജോമെട്രിക് മീൻ, മറ്റൊന്ന് ഹാർമോണിക് മീൻ. അപ്പോ 3 മാത്തമാറ്റിക്കൽ ആവറേജസ് ഉണ്ട്: അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ദെൻ പൊസിഷണൽ ആവറേജസ് എന്ന് പറയുന്നത് 2 എണ്ണാണുള്ളത്: മീഡിയൻ ആൻഡ് മോഡ്. അപ്പൊ നമുക്ക് ഈ അരിത്തമെറ്റിക് മീനിൽ തന്നെ 2 കാറ്റഗറൈസേഷൻ ഉണ്ട്: സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ആൻഡ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ദെൻ മാത്തമാറ്റിക്കൽ ആവറേജസിനെ നമ്മൾക്ക് എന്താണ് മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറഞ്ഞാല്? മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജസ് ആണ് എന്തെന്ന് പറയുന്നത്? മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മാത്തമാറ്റിക്കൽ ആവറേജസ് ആണ് ഒരു ഫോർമുല ഉപയോഗിച്ചായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. ഒരു ശരാശരി അല്ലെ, ഒരു അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ഒരു മീൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറെ വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുക, അതാണ് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സപ്പോസ് എനിക്ക് 10 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 10 വാല്യൂസ് എല്ലാം കൂടെ കൂട്ടിയാൽ എന്തായി? സം ഓഫ് ഒബ്സർവേഷൻ ആയി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 10 അല്ലെ. അപ്പൊ ഞാൻ ഈ 10 വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 10, അപ്പൊ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ അരിത്തമെറ്റിക് മീനിനെ എക്സ് ബാർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എക്സ് അതിന്റെ മുകളിൽ ഒരു ബാർ, അങ്ങനെ അത് എക്സ് ബാർ എന്നാണ് വായിക്കുക, അല്ലെങ്കിൽ AM എന്ന് പറയും. നോർമലി നമ്മൾ എക്സ് ബാർ കൊണ്ടാണ് ഇത് നോർമലി ഡിനോട്ട് ചെയ്യുക. അരിത്തമാറ്റിക് മീൻ AM എന്ന് ഷോർട്ട് ആയിട്ട് എഴുതും, എക്സ് ബാർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നോട്ട് ചെയ്യുക. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ദെൻ നമ്മൾ പറഞ്ഞു അരിത്തമാറ്റിക് മീൻ 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ, മറ്റൊന്ന് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ. എന്താണ് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ ഒബ്സർവേഷൻസിന് നമ്മൾക്ക് കിട്ടിയ വാല്യൂസിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ. ഇനി നമ്മൾക്ക് കിട്ടിയ വാല്യൂസിന് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ്, ഡിഫറെന്റ് വെയ്റ്റ്സ് ആണ്, അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ ആണ്. ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ 3 തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, മറ്റൊന്ന് ഡിസ്ക്രീറ്റ് സീരീസ്, മറ്റൊന്ന് കണ്ടിന്യൂസ് സീരീസ്. അപ്പൊ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമാറ്റിക് മീനിൽ ഇൻഡിവിജ്വൽ സീരീസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ സീരീസിൽ
എങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുകയെന്ന്. അരിത്തമെറ്റിക് മീനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു അരിത്തമെറ്റിക് മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AM അല്ലെങ്കിൽ എക്സ് ബാർ എന്നാണ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇതിനെന്താ വായിക്കുക? സിഗ്മ എക്സ് എന്നാണ് ഇത് വായിക്കുക. സിഗ്മ എക്സ് ബൈ എൻ. അപ്പൊ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ അല്ലെ. അപ്പൊ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻ. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ട് ഗിവൺ വാല്യൂസ് എല്ലാം കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഡിവൈഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 10, 20, 30, 40, 50 ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ആണല്ലോ. അപ്പൊ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. അപ്പൊ എത്ര വരും? 10 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 50 അല്ലെ. അപ്പൊ എത്ര വരും? 10 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 50 എത്ര വരുക? 150 വരും അല്ലെ. 150 അല്ലേ വരിക? 150 ഡിവൈഡഡ് ബൈ n എത്രയാണ്? നമുക്ക് n എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 5 അല്ലെ. n എന്ന് പറയുന്നത് 5. 150 by 5 എത്ര വരും? 30. അപ്പൊ നമുക്ക് എക്സ് ബാർ കിട്ടി 30. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ ഒബ്സർവേഷൻസ് എല്ലാം കൂടെ കൂട്ടി അതാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 5 ഒബ്സർവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ 150 ഡിവൈഡ് ബൈ 5 30 കിട്ടി. ഇതേപോലെയുള്ള വേറെ സീരീസ്, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ് പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ഇതിലിപ്പോ നോക്കിയേ, നമുക്ക് ഇയർ തന്നിട്ടുണ്ട്, റെയിൻഫോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ റെയിൻഫോൾ ആണ് നമ്മുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് എക്സാമിന് വരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇയർ അവിടെ എഴുതണ്ട, റെയിൻഫോൾ എന്തായിട്ട് എടുക്കുക? എക്സ് വാല്യൂ ആയിട്ട് എടുക്കുക. റെയിൻഫോളിന്റെ ബ്രാക്കറ്റിൽ എന്താ പറയാ? എക്സ് വാല്യൂ എന്ന് പറയാം. എന്നിട്ട് അതൊന്നുകൂടെ എടുത്തെഴുതുക. ഓക്കെ, ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, ഞാൻ സിഗ്മ എക്സ് ആണ് കണ്ടുപിടിച്ചത്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് വാല്യൂസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ഏതാ? 30, 27, 50, 76, 37, 14, 34, 75, 60, 121 അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാല് നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതിനാണ് ഇത് പറയാ? സിഗ്മ എക്സ് എന്ന് പറയാ. നമുക്ക് നോക്കാം സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും നോക്കാം. 30 പ്ലസ് 27 പ്ലസ് 50 പ്ലസ് 76 പ്ലസ് 37 പ്ലസ് 14 പ്ലസ് 34 പ്ലസ് 75 പ്ലസ് 60 പ്ലസ് 121 അല്ലെ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുക 524 ആണ്. 524 ആണ്. 524. നമ്മളുടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 524. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്ര ഒബ്സർവേഷൻസ് ഉള്ളത്? എത്ര ഒബ്സർവേഷൻ നമുക്ക് ഇവിടെ ഉള്ളത്? നമ്മുടെ ഒബ്സർവേഷൻസ് എത്രയുള്ളത്? അതാണ് എന്ത് പറയുന്നത്? n എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം ഒബ്സർവേഷൻസ് എത്രയാന്ന് നോക്കാം. ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 10 ആണ് അല്ലെ. 10 ഒബ്സർവേഷൻസ്. ഇപ്പൊ എത്ര വരും? 524 ഡിവൈഡ് ബൈ 10. എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? 52.4. അപ്പൊ നമുക്ക് കിട്ടി നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ എക്സ് ബാർ അല്ലെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 52.4. എളുപ്പമാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യണ്ടു. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യാം. അതിന്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് അതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് അരിത്തമാറ്റിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. എന്താ ഡിസ്ക്രീറ്റ് സീരീസും ഇൻഡിവിജ്വൽ സീരീസും തമ്മിലുള്ള വ്യത്യാസം? ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് 2 വാല്യൂസ് ഉണ്ട് അല്ലെ. നേരത്തെ 2 വാല്യൂ ഉണ്ടായിരുന്നു, ഒന്ന് ഇയറും മറ്റൊന്ന് പിന്നെ നമ്മുടെ റെയിൻഫോളും ആയിരുന്നല്ലോ. ഇവിടെ അങ്ങനെയല്ല. പിന്നെയോ 2 വാല്യൂസ്. ഇയർ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നേയില്ല. ഇവിടെ 2 വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മുടെ എക്സ് വാല്യൂ ഉണ്ടാവും, എഫ് വാല്യൂ ഉണ്ടാവും. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ, നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ്. നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ ആണ് എക്സ് എന്ന് പറയുന്നത്. അത് എത്ര തവണ കിട്ടി, എത്ര നമ്പർ ഓഫ് ടൈംസ് അത് കിട്ടി എന്ന് കാണിക്കുന്നതാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ 10 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് 2 തവണ അത് കണ്ടക്ട് ചെയ്തപ്പോൾ 2 തവണ 10 കിട്ടി. 20 എന്ന് പറയുന്നത് 3 തവണ കിട്ടി. 30 എന്ന് പറയുന്നത് 5 ടൈംസ് കിട്ടി. 40 എന്ന് പറയുന്നത് 3 ടൈംസ് കിട്ടി. 50 എന്ന് പറയുന്നത് 2 ടൈംസ് കിട്ടി. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്ന നമ്പർ ഓഫ് ടൈംസ് നമുക്ക് എത്ര തവണ അത് കിട്ടി എന്നുള്ളതാണ്. ഈ 10, 20, 30 എന്ന് നമ്മുടെ എക്സ് വാല്യൂ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് വരും, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ എഫും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? നേരത്തെ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആയിരുന്നു. ഏതില്? നമ്മുടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൽ അല്ലെ. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എത്ര തവണ, എത്ര നമ്പർ ഓഫ് ടൈംസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ ഇക്വേഷന് ചെറിയ മാറ്റം വരികയാണ്. എക്സ് ബാർ is equal to സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. നേരത്തെ ഇത് വന്നു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് വന്നു അല്ലെ. അപ്പൊ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഇൻറ്റു എക്സ്. എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂസും ഫ്രീക്വൻസിയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കുക. എഫ് എക്സ് is equal to നമുക്ക് എന്ത് പറയാം, 10 into 2 എത്ര വരിക, 20. 3 into 20 എത്ര വരിക, 60. 5 into 30 എത്ര വരിക, 150. 4 into 30 എത്ര വരിക, 120. 5 into 2 എത്ര വരിക, 100 അല്ലെ. അപ്പൊ നമുക്ക് വാല്യൂസ് കിട്ടി, എഫ് എക്സ് കിട്ടി. എഫ് ഇൻറ്റു എക്സ് ആണ് എന്താണ്, എഫ് എക്സ് നമ്മൾ ഗുണിച്ചോളൂ ഇൻഡിവിജ്വൽ, അതായത് എക്സ് വാല്യൂ എഫ് വാല്യൂ നമ്മൾ ഗുണിച്ചതിന് നേരെ എഴുതും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. വാല്യൂസിന് എക്സ് കൊടുക്കുക, ഒന്നെങ്കിൽ താഴോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതാം, വെർട്ടിക്കൽ ആയിട്ട് എഴുതാം. കോളം വരച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, വാല്യൂസ് എക്സ് അവിടെ കൊടുത്തു, എഫ് അവിടെ കൊടുത്തു, ഞാൻ എഫ് എക്സ് കൊടുത്തു. ഇതിനെങ്കിൽ നേരെ തിരിച്ചിങ്ങോട്ട് എഴുതാം കേട്ടോ. അതായത് എക്സ് വാല്യൂ ഇവിടെ കൊടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, എഫ് വാല്യൂ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ എഫ് എക്സ് അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, കോളം വൈസ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാല് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ സം ആണല്ലേ, എഫ് എക്സിന്റെ സം. എഫ് എക്സ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഈ 20, 60, 150, 120, 100 ഇതാണ് നമ്മളുടെ എന്ത്, നമ്മളുടെ എഫ് എക്സ്. എഫ് എക്സ് എല്ലാം കൂടെ കൂട്ടി എന്ത് കിട്ടും, സിഗ്മ എഫ് എക്സ് കിട്ടും അല്ലെ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക 450 ആണ്, 450. ഇനി ഇവിടെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്. ഇവിടെ n എന്ന് പറഞ്ഞാല് ആക്ച്വലി സ്മോൾ ലെറ്റർ എന്നാ ഞാൻ എഴുതിയെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എന്നാ നമ്മൾ നോർമലി പറയാ സിഗ്മ എഫ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എഫ് ആണ്. എന്ന് പറഞ്ഞാല് നേരത്തെ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക, നമ്മുടെ ഫ്രീക്വൻസി എല്ലാം കൂടി കൂട്ടിയേ 3, 2, 5, 10, 13 പ്ലസ് 2, 15. അപ്പൊ നമ്മളുടെ n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സിഗ്മ എഫ് ആണ്. അത് എത്രയാണ്, 15 ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങളിലാണ് വ്യത്യാസം. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസിൽ ഏതില്ല, എഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എന്തായി മാറി, സിഗ്മ എഫ് എക്സ് ആയി. ഇവിടെ n എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് ഡിനോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഡിനോട്ട് ചെയ്തതാണ്. നമ്മൾ നോർമലി സിഗ്മ എഫ് എക്സ് ബൈ n എന്ന് ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുക. എന്തിനാന്ന് വെച്ചാൽ അത് സിഗ്മ എഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ ചെറുങ്ങനെ മാറ്റിയിട്ട് സിഗ്മ എഫ് എക്സ് ബൈ n ക്യാപിറ്റൽ ലെറ്റർ n എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിക്കോ. ഓക്കെ, n is equal to സിഗ്മ എഫ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 കിട്ടി. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ എന്ത് ചെയ്താൽ മതി, ആദ്യം ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ അല്ലേ. എഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്, 450 ഡിവൈഡഡ് ബൈ നമ്മളുടെ n എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ എഫ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചു എത്ര, 15. സിഗ്മ എന്ന് പറഞ്ഞാൽ എപ്പോ മനസ്സിൽ വരിക, സം ആണ് അല്ലെ. 450 ഡിവൈഡഡ് ബൈ 15 എത്ര വരിക, 450 ഡിവൈഡ് ബൈ 15 അത് 30 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ ചെയ്ത, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് അതിൽ രണ്ട് വാല്യൂസ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എക്സ് വാല്യൂ, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി വാല്യൂ. അപ്പൊ രണ്ട് വാല്യൂ ഉണ്ടാവുന്നതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ എഫ് എക്സ് ബൈ n ആണ്. n എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം കണ്ടുപിടിക്കുന്നതാണ്. ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കുക, അതായത് എഫ് എക്സും കൂടി ഇൻറ്റു ചെയ്തിട്ട് ചെയ്യുക, പിന്നെ അതിന്റെ സം കണ്ടുപിടിക്കുക, ദെൻ അത് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, അതാണ് എന്ത്, എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് വീക്ക്ലി ഏർണിങ്സ് തന്നിട്ടുണ്ട്, അതേപോലെ നമ്പർ ഓഫ് എംപ്ലോയീസും തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇത് ഏത് സീരീസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണോ ഡിസ്ക്രീറ്റ് സീരീസ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക. ഇൻഡിവിജ്വൽ സീരീസ് ആണ് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, ഫ്രീക്വൻസി ഉണ്ടാവില്ല. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ ഉണ്ടാവില്ല. ഇവിടെ നോക്കിയാൽ വീക്ക്ലി ഏർണിങ്സ് 100 രൂപയുള്ളവര്, റുപ്പീസിലാണ് വീക്ക്ലി ഏർണിങ്സ്, 100 രൂപയുള്ള 5 പേരുണ്ട്. അതായത് ഇവിടെ എന്തുണ്ട്, ഒന്നെന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടൈംസ് ഉണ്ട്, മറ്റൊന്ന് ഇൻഡിവിജ്വൽ വാല്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇതിൽ വരിക, നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ വരിക. അപ്പൊ 100 5, 120 8, 140 12, 160 16, 180 22, 200 44, 210 80. ഇത്രയാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക, എക്സ് ബാർ അല്ലെ, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ്. എന്തുകൊണ്ട് എഫ് എക്സ് എഴുതിയേ,
ഇത് എന്ത് സീരീസ് ആണ്? ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. n ഞാൻ ക്യാപിറ്റൽ ലെറ്റർ n എഴുതുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ n എഴുതാൻ കാരണം എന്താ? ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം n കണ്ടുപിടിക്കാലോ. n എന്ന് പറഞ്ഞ എത്രയാ? സിഗ്മ എഫ്. സിഗ്മ എഫ് എത്രയാ? നമ്മുടെ 5 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 22 പ്ലസ് 44 പ്ലസ് 80 എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 187 ആണ്. 187. ഓക്കെ, ഇപ്പൊ n കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലെ? എങ്ങനെ എഫ് എക്സ് കണ്ടുപിടിക്കുക? ആദ്യം എന്ത് ചെയ്യണം? എഫ് എക്സും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് നോക്കാം, എഫ് എക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എഫ് എക്സ് ആദ്യത്തത് 5 into 100, അത് എത്ര വരും? 5 into 100 500. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഇത് കോളം വരച്ചിട്ട് എഴുതണേ. ഞാനിപ്പോ കോളം ഒന്നും വരയ്ക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ എങ്ങനെ എഴുതണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ വീക്ക്ലി ഏർണിങ്സ് എക്സ്, നമ്പർ ഓഫ് എംപ്ലോയീസ് എഫ്, ഇനി അടുത്തത് എഫ് ഇൻറ്റു എക്സ്, അങ്ങനെ പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഞാനിപ്പോ ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെ എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഇത് ഓരോന്നും എടുത്ത് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, 5 into 100 500. Then 120 into 8 എത്ര വരിക? 120 into 8 960. Then 140 into 12. 140 into 12 എത്ര വരിക? 1680. Then 160 into 16. 160 into 16 എത്ര വരിക? 2560. 180 into 22 എത്ര വരിക? 3960. 200 into 44 എത്ര വരിക? 8800. Then 210 into 80 എത്ര വരിക? 16800. ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സിഗ്മ എഫ് എക്സ്. സിഗ്മ എന്നിവിടെ കൂട്ടുമ്പോൾ എന്ത് പറഞ്ഞാൽ സം ചെയ്താൽ മതി അല്ലെ? സിഗ്മ എഫ് എക്സ്. ഇപ്പൊ എഫ് എക്സ് കണ്ടുപിടിച്ചല്ലോ. സിഗ്മ എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന വെച്ചാല് നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 35,260. 35,260 ആണ് കിട്ടുക. ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താണ്? 35,260 ഡിവൈഡ് ബൈ n കണ്ടുപിടിച്ചാൽ മതി അല്ലെ? n നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ 187 അല്ലേ? അപ്പൊ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ is equal to 35,260 ഡിവൈഡഡ് ബൈ എത്ര? 187. എത്ര കിട്ടും? 188.55. ഓക്കെ, എന്താ ഇതിനെന്താ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മൾക്ക് ഒരു എക്സ് വാല്യൂ തന്നിട്ടുണ്ടാവും, എഫ് വാല്യൂ തന്നിട്ടുണ്ടാവും. ആദ്യം എന്ത് ചെയ്യണം? എക്സ് എഫും തമ്മിൽ ഗുണിക്കുക, പിന്നെ അതിന്റെ സം കണ്ടുപിടിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം n എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എഫ് ആണ്. അതാണ് തെറ്റിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ n എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. അല്ലാണ്ട് നിങ്ങൾ അത് എണ്ണിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അത് ഏതിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രം. എഫ് വാല്യൂ ഇല്ലാത്ത കേസിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എഫ് വാല്യൂ ഉള്ള കേസിലെല്ലാം n എന്ന് പറഞ്ഞ സിഗ്മ എഫ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വലിയ വാല്യൂസ് ആണല്ലേ? അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ചെറിയ വാല്യൂസ് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി വലിയ വാല്യൂസ് ആണെങ്കിൽ അത് നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാണ്. അതായത് നമ്മൾ അതിനെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയും. എന്താ ഷോർട്ട് കട്ട് മെത്തേഡ്? അപ്പൊ വലിയ വാല്യൂസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ എല്ലാം ചെയ്ത് വരുമ്പോൾ വലിയ വലിയ വാല്യൂസ് കിട്ടും. ഇതിപ്പോ അത്ര വലിയ വാല്യൂ അല്ല. നിങ്ങൾക്ക് അഥവാ ക്വസ്റ്റനിൽ വലിയ വാല്യൂസ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻറ്റു ചെയ്ത് പിന്നെ ആഡ് ചെയ്യാനെല്ലാം വിഷമമാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്താ? ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ എക്സ് ബാർ is equal to a plus സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ n ആണ്. എന്താണ് ഇക്വേഷൻ? നോർമൽ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ is equal to സിഗ്മ എഫ് എക്സ് ബൈ n ആണ് അല്ലെ? ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ is equal to a plus സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ് അല്ലെ? എന്താണ് a എന്ന് പറഞ്ഞാൽ? a എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തായി എടുക്കാം? മീൻ ആയിട്ട് എടുക്കാം, അസ്യൂം ചെയ്യാം. ഏതെങ്കിലും ഒന്നിനെ മീൻ ആയിട്ട് അസ്യൂം ചെയ്യാം. അതാണ് a. എന്താണ് d എന്ന് പറഞ്ഞാൽ? d is equal to x minus a ആണ്. x എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒബ്സർവേഷൻസ്, നമ്മളുടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണ് x എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ അസ്യൂംഡ് മീൻ, നമ്മൾ x എന്ന് എന്ത് ചെയ്യും? ഓരോ അസ്യൂംഡ് മീനും കുറച്ച് കിട്ടി അതിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചെറിയ വാല്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെങ്കിൽ, നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. നമുക്ക് നോക്കാം രണ്ടും ഒരേ വാല്യൂ കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഏർണിങ്സ് ആണ് എക്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് എഫ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഇവിടെ എഴുതണേ. ഇതാണ് എക്സ് എന്ന് പറയുന്നത്, ഇതാണ് എക്സ്, ഇതാണ് എന്ത്? എഫ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആൻസർ എഴുതുന്ന സമയത്ത് അതെല്ലാം എടുത്തെഴുതണം. ഓക്കെ,
ഇനി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ നോർമലി നമ്മൾ എടുക്കുക കുറെ പിന്നെ വാല്യൂസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു നടുക്ക് വരുന്ന വാല്യൂ. അതായത് ഇപ്പൊ ഇവിടെ 100 മുതൽ 210 വരെയുള്ള വാല്യൂസ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഞാൻ ഏകദേശം ഒരു 160 ആയിട്ട് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, 160 180 ഏതാന്ന് വെച്ചാൽ എടുക്കുക. ഏകദേശം നമ്മളൊന്ന് അടുക്ക് വരുന്ന വാല്യൂ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തു. ഇതാണ് ഞാൻ എ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, A ഈക്വൽ ടു എത്രയാണ് 160 ആയിട്ട് എടുത്തു. ഞാൻ വെറുതെ അസ്യൂം ചെയ്തു. നിങ്ങൾക്ക് ഇനി അത് 180 ആയിട്ടോ 140 ആയിട്ടോ എടുക്കാം. ഞാൻ ഏകദേശം നടുക്ക് വരുന്ന വാല്യൂ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ എക്സ് ആണ്. ഓക്കെ, ഇവിടെ സോറി ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഇപ്പൊ പറഞ്ഞായിരുന്നു എന്താണ്? എക്സ് മൈനസ് എ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് എ. ഇത് ഞാൻ താഴോട്ട് എഴുതാം. നിങ്ങൾക്ക് ഇത് കോളം വരച്ച് ഇങ്ങനെ ഓരോ കോളത്തിലായിട്ട് എഴുതേ. ഇവിടെ എക്സ്, ഇവിടെ എഫ്, ഇവിടെ എന്ത് ഡി, അങ്ങനെ പറഞ്ഞ് താഴോട്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഇപ്പൊ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എക്സ് വാല്യൂ എത്രയാ? 100. 100 മൈനസ് 160 അല്ലെ? 100 മൈനസ് 160 എത്രയാ? എക്സ് മൈനസ് എ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാല്യൂ. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്യൂംഡ് മീൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അസ്യൂംഡ് മീൻ ഒരു കോളം വരച്ചിട്ട് അതിൽ എ എന്ന് എഴുതി വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് മാറൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? 100 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. 100 മൈനസ് 160 എത്ര വരും? 100 160 പോയാൽ എത്രയാ? ഏതാ വലിയത്? എടാ 100 160 ആകുമ്പോ ഏതാ വലുത്? 160 100 ആകുമ്പോ വലുത് 160 ആണ്. പക്ഷെ അതിന്റെ ചിഹ്നം എന്താ? മൈനസ് ആണ് അല്ലെ? ഒന്ന് നോക്കാലോ, നമുക്ക് അത് അറിയാത്തവര് ചിലപ്പോൾ ഉണ്ടാവും അല്ലെ. 100 മൈനസ് 160. 100 മൈനസ് 160 എന്ന് പറയുമ്പം 160 ആണല്ലോ വലുത് അല്ലെ? അപ്പൊ അതിന്റെ ഡിഫറൻസ് 100 160 കുറച്ച് എത്ര വരിക? -60 ആണ് വരിക. വലുതിന്റെ ചിഹ്നമാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? -60 കിട്ടി. ഇനി 120 160 പോയാല് 40. അതും ഏതാണ്? മൈനസ് ആ വരിക. കാരണം എന്താ? 160 അല്ലേ വലുത്, അതിന്റെ ചിഹ്നം എന്താ? മൈനസ് അല്ലേ? 140 മൈനസ് 160 എന്ന് പറയുമ്പോ എത്ര വരിക? 20. അതിന്റെ ചിഹ്നം എന്തെന്നെ? മൈനസ് തന്നെ. ഇനി 160 160 പോയാലോ? 0. ഇനി പ്ലസ് ആയേ. ഇനിയിപ്പോ മാറി. എങ്ങനെ വരുക? 160 മൈനസ് 180 എന്ന് വരും അല്ലെ? അടുത്ത് വരുമ്പോ 160 മൈനസ് 180 എന്ന് പറയുമ്പോ 20. 160 മൈനസ് സോറി 200 നേരെ തിരിച്ചല്ലേ വരിക? 200 മൈനസ് 160 എന്ന് പറയുമ്പോ 40. 210 മൈനസ് 160 എന്ന് പറയുമ്പോ 50 അല്ലെ? അപ്പൊ നമ്മുടെ വാല്യൂസ് എങ്ങനെ വന്നു? നമ്മുടെ വാല്യൂസ് മാറി. നമുക്ക് എങ്ങനെ വന്നു? 60 സോറി -60 -40 -20 0 20 40 50 ഇങ്ങനെ ആയി വന്നു. ഇതിന്റെ പേരെന്താണ്? ഡി. ഇതെന്താണ്? ഡി. ഇനി നമുക്ക് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് ഇൻറ്റു ഡി ആണ് അല്ലെ? നമുക്ക് ആദ്യം എഫ് ഡി കണ്ടുപിടിക്കണം അല്ലെ? എഫ് ഡി. ഇനി അടുത്ത് നമ്മൾ എഫ് ഡി കണ്ടുപിടിക്കാൻ പോയി. എന്താ എഫ് ഡി എന്ന് പറഞ്ഞാല്? ഈ ഫ്രീക്വൻസിയും ഈ ഡിയും കൂടി ഇൻറ്റു ചെയ്താൽ എന്തായി? എഫ് ഡി ആയി. അപ്പൊ 5 ഇൻറ്റു -60 എത്ര വരും? -300. ഓക്കെ, 8 ഇൻറ്റു -40 എത്ര വരും? 320. എന്ത് 320? മൈനസ്. അപ്പൊ ഒരു മൈനസും ഒരു പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആണ് ചിഹ്നം വരിക. അത് ഓർത്ത് വെക്കണേ. ഒരു മൈനസും ഒരു പ്ലസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് ആണ് ചിഹ്നം വരിക. അപ്പൊ 8 ഇൻറ്റു 40 320. ഒന്ന് മൈനസ് ആയതുകൊണ്ട് മൈനസ് തന്നെ വരും. ഇനി 12 ഇൻറ്റു 20 എത്രയാണ്? 240. അതും മൈനസ് ആണല്ലോ. ഒന്ന് പ്ലസും ഒന്ന് മൈനസും അല്ലേ? അപ്പം പ്ലസും മൈനസും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? മൈനസ് ആണ് വരിക. ദെൻ 0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0 തന്നെ. 22 ഇൻറ്റു 20 എത്രയാണ്? 440. മൈനസ് വേണോ? വേണ്ട. കാരണം എന്താ? രണ്ടും പോസിറ്റീവ് ആണ്. ഇനി 44 ഇൻറ്റു 40 ആണ്. 44 ഇൻറ്റു 40 വരിക 1760 ആണ്. ദെൻ 50 ഇൻറ്റു 80 ആണ്. അത് വരിക 4000. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കണേ. ഇതെല്ലാം എന്താണ്? മൈനസ് അല്ലേ? ഇതല്ലോ പ്ലസ് അല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ആദ്യം മൈനസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം, പിന്നെ പ്ലസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. 300ഉം 320ഉം 240 എല്ലാം മൈനസ് ആണല്ലോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? നമുക്ക് എന്ത് വേണം? 300 320 240 വേണം അല്ലെ? അപ്പൊ എത്ര വരിക? 300ഉം 320ഉം 620 അല്ലെ? 620ഉം 240 എന്ന് പറയുമ്പോൾ എത്ര വരിക? 860 വരും അല്ലെ? 860 അല്ലേ വരിക? 860 എത്ര വരും? മൈനസ്. കാരണം ഇതെല്ലാം മൈനസ് ആണ് അല്ലെ? മൈനസ്. ഇനി പ്ലസ് 440 പ്ലസ് 1760 പ്ലസ് 4000. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. പ്ലസ് ഉള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വരിക എത്രയാന്ന് വെച്ചാൽ 6200. 6200 വരും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ എഫ് ഡി ആണല്ലോ. അതല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൈനസും പ്ലസും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എന്താണ്?
സിഗ്മ എന്ന് പറഞ്ഞ സം അല്ലേ, അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യാം അല്ലെ. -860 പ്ലസ് 6200 തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 5340 ആണ്. അതെങ്ങനെ കിട്ടി? എങ്ങനെ ഈ 5340 കിട്ടി? ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്ന് നെഗറ്റീവും ഒന്നും പോസിറ്റീവും ആണല്ലോ. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ, അതായത് -860 ഇത് പ്ലസ് 6200 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ചിഹ്നം പ്ലസ് ആണ്, ഇതിന്റെ എന്താണ്? മൈനസ് ആണ്. അത് തമ്മിൽ ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങളുള്ള നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നമാണ് ചേർക്കേണ്ടത്. ഇവിടെ വലിയ സംഖ്യ ഏതാ? 6200 അല്ലെ. 6200ന്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്. അപ്പൊ ഞാനത് പോസിറ്റീവ് ഇട്ടു. ഡിഫറൻസ് 6200ന്ന് 860 പോയാലുള്ള ഡിഫറൻസ് ആണ് എത്ര? 5340. ഓക്കെ, അപ്പൊ 6200 860 തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് കണ്ടുപിടിച്ചു. ദെൻ വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിരുന്നു, പ്ലസ് ഇട്ടു. അപ്പൊ സം ഓഫ് എഫ് ഡി, അതായത് എഫ് ഡിയുടെ സിഗ്മ എഫ് ഡി ഇസ് ഈക്വൽ ടു 5340 അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഇത് എത്ര വരിക? എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നല്ലോ, 160 അല്ലേ. 160 പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് ഡി ബൈ എൻ കണ്ടുപിടിച്ച ശേഷം ഇവിടെ എഴുതാം. ഓക്കെ, എഫ് ഡി ബൈ എൻ എത്ര വരും? എഫ് ഡി ബൈ സിഗ്മ എഫ് ഡി നമുക്ക് എത്ര കിട്ടി? 5340 കിട്ടിയല്ലോ. അത് ഞാൻ ഇവിടെ ഇപ്പൊ എഴുതുകയാണ്. നിങ്ങൾക്കല്ല 5340 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഞാൻ പറഞ്ഞ ഫ്രീക്വൻസി ഉള്ളതിൽ എൻ എന്താണ്? സിഗ്മ എഫ് ആണ് അല്ലെ. സിഗ്മ എഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നല്ലോ. അത് എത്രയാണ്? 187 അല്ലേ. 187. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഇതാദ്യം ചെയ്യാം. ഇതാദ്യം ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് 5340 ഡിവൈഡ് ബൈ 187 ആദ്യം ചെയ്യാം. അപ്പൊ നമുക്ക് അത് എത്രയാണ് കിട്ടുക? 28.55 കിട്ടുക. അപ്പൊ എത്ര വരും നമ്മുടെ ഇക്വേഷൻ? 100 മിനിറ്റ് 160 പ്ലസ് 28.55. എത്ര നമുക്ക് കിട്ടിയത്? ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 188.55. നേരത്തെ അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയേ. അപ്പൊ നിങ്ങൾ നോർമലി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, അതായത് വലിയ വാല്യൂസ് ഒന്നും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സാധാരണ ചെയ്യുന്ന പോലെ എഫ് എന്നും എക്സ് എന്നും കണ്ടുപിടിച്ചിട്ട് എഫ് ഇൻറ്റു എക്സ്, ദെൻ അതിന്റെ സമ്മ എഫ് സിഗ്മ എഫ് എക്സ്, ദെൻ എൻ ശ്രദ്ധിക്കണം, സിഗ്മ എഫ് ആണ്. ഓക്കെ, പക്ഷെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂസിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും എല്ലാം വാല്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരു അസ്യൂംഡ് മീൻ കണ്ടെത്തിയിട്ട് അസ്യൂംഡ് മീൻ ആദ്യം എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഡി എന്ന് പറയും. ഈ ഡി എന്ത് ചെയ്യുക? ഡിനെ എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത് എക്സ് മാറിയിട്ട് പിന്നെ എന്തായി മാറി? ഡി ആയി മാറി. എക്സിന് പകരമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡി കണ്ടുപിടിക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സ് മൈനസ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? അസ്യൂംഡ് മീൻ. പിന്നെ നമ്മൾ അവിടെ എക്സ് കളഞ്ഞു, എക്സിന് പകരം ഡി വന്നു. അപ്പൊ എന്ത് പറഞ്ഞു? എഫ് ഇൻറ്റു ഡി കണ്ടുപിടിക്കുന്നു, സിഗ്മ എഫ് ഡി ബൈ എൻ കണ്ടുപിടിക്കുന്നു, പിന്നെ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. അതായിരിക്കും നമ്മളുടെ മീൻ. രണ്ടും ഒരേ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ ഏത് മാർഗം വേണേലും ഉപയോഗിക്കാം. ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അരിത്തമാറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, അരിത്തമാറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടായിരിക്കും തന്നിരിക്കുക. എന്താ? വാല്യൂസ് എല്ലാം ഇന്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുക. വേറെ ഡിസ്ക്രീറ്റ് വാല്യൂസ് നമ്മൾ കണ്ടല്ലോ, അതായത് അരിത്തമാറ്റിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടല്ലോ. അപ്പൊ അതിലെന്തായിരുന്നു? അതിലൊരു എക്സ് വാല്യൂ ഉണ്ട്, ഒരു എഫ് വാല്യൂ ഉണ്ട്. ഇവിടെയോ എക്സ് വാല്യൂ ഇല്ല, അതിന് പകരം ക്ലാസ് ഇന്റർവെൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ എഫ് വാല്യൂ അതേപോലെ ഉണ്ടല്ലേ. അപ്പൊ നമ്മളുടെ ഒരു ഡിസ്ക്രീറ്റ് സീരീസും ഒരു കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നില് എക്സ് വാല്യൂ ഡയറക്ട്ലി ഗിവൺ ആണ്, മറ്റൊന്നിലോ എക്സ് വാല്യൂ ഇല്ല, അത് പകരം ഒരു ക്ലാസ് ഇന്റർവെൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഇതെന്ന് പറയുന്ന ഒരു ക്ലാസ്സിലെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് കുട്ടികളുടെ എണ്ണമാണെന്ന് വിചാരിക്കുക. അപ്പൊ 0 മുതൽ 10 മാർക്ക് വരെ കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞ 5 പേരാണ്. അതാണ് ആ ഒരു ക്ലാസ് ഇന്റർവെല്ലിനുള്ളിൽ. ഓക്കെ, 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയവർ 7 പേരാണ്. 20 മുതൽ 30 വരെ മാർക്ക് കിട്ടിയവർ 19 പേരാണ്. അപ്പൊ ആ ക്ലാസ് ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ആദ്യം ഡിസ്ക്രീറ്റ് സീരീസ് ആക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഒരു കണ്ടിന്യൂസ് സീരീസ് കിട്ടിയാൽ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് പോലെ ആക്കണം. എന്ന് പറഞ്ഞാല് അവിടെ എക്സ് വാല്യൂ ആയിരിക്കണം. ഇവിടെ എക്സ് വാല്യൂ അല്ലല്ലോ, ക്ലാസ് ഇന്റർവെൽ അല്ലേ ഉള്ളത്. അതിന് എക്സ് വാല്യൂ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ മിഡ് പോയിന്റ്, ഇവിടെ എക്സ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? മിഡ് പോയിന്റ്. എങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം?
സീറോയിനും 10നും തമ്മിൽ ഇടയിലുള്ള വാല്യൂ, മിഡിലുള്ള വാല്യൂ അതെങ്ങനെയാണ്, അതെത്രയാണ് വരിക? അത് 5 അല്ലേ വരിക? അതെങ്ങനെയാ അറിയാം നിങ്ങൾക്ക് 5 ആണോ അല്ലയോ? അല്ലെ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം? വലിയ വാല്യൂ ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്കറിയാം 5 ആണെന്ന് അറിയാം അല്ലെ. അല്ലാത്ത സിറ്റുവേഷനിലോ 0യും 10ഉം കൂടി ആഡ് ചെയ്യാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണല്ലോ നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് ലോവർ, അതായത് നമ്മൾ പറയും L1 + L2, അതായത് നമ്മുടെ ക്ലാസ് ഇന്റർവെലിന്റെ 2 ലിമിറ്റ് ആണ്, ലോവർ വാല്യൂ അപ്പർ വാല്യൂ ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ നോക്കാം, ഇത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും, എളുപ്പമാണ്. ഇനി വിഷമമുള്ള കേസ് നിങ്ങൾ 0 + 10 എത്ര വരും? 10/2 5. ഇതിന് എളുപ്പമാണ്. 10നും 20നും ഇടയ്ക്ക് എത്രയാ? 15. ഇനിയിപ്പോ നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കാലോ. ലോവർ വാല്യൂ എത്രയാ? 10 പ്ലസ് അപ്പർ വാല്യൂ 20. L1 + L2 എന്ന് പറയുന്നത് 20 + 10 30. 30/2 15. ഇനി 20നും 30നും ഇടയ്ക്ക് എത്രയാ? 25 അല്ലെ. അതേപോലെ നോക്കാലോ, 20 + 30 50. 50/2 25. അങ്ങനെ എല്ലാം ചെയ്ത് നോക്കണേ. 35 ഒന്ന് കിട്ടിയ പിന്നെ നമുക്ക് ഒരേ ക്ലാസ് ഇന്റർവെൽ ആണെങ്കിൽ എളുപ്പമാണ്. 45 55 65. ഓക്കെ, അപ്പം മിഡ് പോയിന്റ് അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഡിസ്ക്രീറ്റ് സീരീസ് പോലെ ആയില്ലേ. നിങ്ങൾ നോക്കിയേ, ഇവിടെ മിഡ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഫ്രീക്വൻസി ഉണ്ട്. എക്സ് വാല്യൂ കിട്ടി, ഫ്രീക്വൻസി കിട്ടി. ഇനി എന്ത് ചെയ്യുക? F × X കണ്ടുപിടിക്കുക അല്ലെ. 5 × 5 എത്ര വരും? 25. ദെൻ 7 × 15. 7 × 15 എന്ന് പറയുന്നത് 105 ആണ്. 105. ദെൻ 25 × 19 അത് വരെ 425 ആണ്. കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതെല്ലാം ചെയ്യാൻ നിൽക്കണേ. പിന്നെ 35 × 22. 35 × 22 എത്ര? സോറി, 35 × 22 ആണോ 12 ആണോ? 22 അല്ലെ. 35 × 22. ഓക്കെ, അപ്പൊ 35 × എത്രയാണ്? 35 × 12 എന്ന് പറയുന്നത് എത്ര വരിക? 420 ആണേ. 420. ദെൻ 45 × 5. 45 × 5 എത്ര വരിക? 225. 225. ദെൻ 55 × 2 എത്ര വരിക? 110. അടുത്തത് 65 × 7 എത്ര വരിക? 455. അപ്പൊ നിങ്ങൾ എക്സാമിന് ഇതേപോലെ എഴുതണ്ടേ. സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ? ആദ്യം സൈസ് കൊടുക്കുക. സൈസ് അല്ലെ ക്ലാസ് ഇന്റർവെൽ എന്ന് കൊടുത്താലും മതി. ക്ലാസ് ഇന്റർവെൽ എന്ന് കൊടുക്കുക. ദെൻ മിഡ് പോയിന്റ് കൊടുക്കുക, ഫ്രീക്വൻസി കൊടുക്കുക, പിന്നെ F × X കൊടുക്കുക. ഓക്കെ, ഇനി അതിന്റെ സിഗ്മ Fx/n ആണല്ലോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഏതായാലും ശരി, ഇക്വേഷൻ തന്നെയാണ്. X bar = സിഗ്മ Fx/n അല്ലേ. അപ്പൊ ഇവിടെ Fx എന്ന് പറയുന്നത് എത്രയാ? ഇതെല്ലാം കൂടെ സം ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1815 ആണേ. ചെയ്ത് നോക്കണേ. 1815. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഞാൻ നിങ്ങളോട് പറഞ്ഞു, എപ്പോഴും F ഉള്ളപ്പോ n എന്താണ്? സിഗ്മ F ആണ് അല്ലെ. അത് എപ്പോഴും മറന്നു പോകരുത്. n അതായത് നമ്മുടെ ഫ്രീക്വൻസി ഉള്ളത് ഏത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും n എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ F ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് X ബാർ കിട്ടി. സിഗ്മ Fx എനിക്ക് കിട്ടി എത്ര? 1815 ഡിവൈഡഡ് ബൈ സിഗ്മ F എത്രയാണ്? F എന്ന് പറയുന്ന ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുക എത്രയാണ്? 57 ആണ്. ഇതുവരെ 57. ഓക്കെ, അപ്പൊ ഇവിടെ 1815 ഡിവൈഡ് ബൈ 57 എത്ര വരും? 1815 ഡിവൈഡ് ബൈ 57 എത്ര വരും? 31.84. 31.84. ഓക്കെ, 31.84. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇവിടെ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ക്ലാസ് ഇന്റർവെൽ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ X ആക്കുക, X വാല്യൂ ആക്കുക. അപ്പൊ അത് ഡിസ്ക്രീറ്റ് സീരീസ് പോലെ തന്നെയായി. പിന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് X ബാർ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാലോ. അത് തന്നെ അവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? അതിനെ ആദ്യം മിഡ് വാല്യൂ കണ്ടുപിടിച്ച് X വാല്യൂ ആക്കുക. ദെൻ X F X × F സിഗ്മ F. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം n എന്ന് പറയുന്നത് സിഗ്മ F ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് വ്യത്യാസം ഒന്നുമില്ല. X bar = സിഗ്മ Fx/n ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അവിടെ 31.84 എന്ന് കിട്ടി. ഓക്കെ, മെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ ആണ് നോക്കുന്നത്. അരിത്തമെറ്റിക് മീനിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ്. റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. നമുക്കത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്താണ് ഒന്ന്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്
വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മളിപ്പോ നോക്കിയില്ലേ, എളുപ്പമല്ലേ അല്ലെ? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലേ? ഇനി ഫ്രീക്വൻസിന്റെ അതുകൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് സം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈസി ടു കാൽക്കുലേറ്റ് ആണ്. നമുക്ക് മറ്റ് ആവറേജസിനും സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സിനും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ടു കാൽക്കുലേറ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. നിങ്ങളിപ്പോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ എല്ലാ ഒബ്സർവേഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ അല്ലേ? എല്ലാ ഒബ്സർവേഷനെയും സം അല്ലേ സിഗ്മ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഒബ്സർവേഷനും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനും കൂടെ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് അലൗസ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെന്റ്. നമുക്ക് പിന്നീടുള്ള ആൾജിബ്രൈക് ട്രീറ്റ്മെന്റിന് ഫർദർ ആയിട്ട് എന്തെങ്കിലും സ്റ്റഡി എല്ലാം നടത്താൻ, അല്ലെ ഫർദർ ആയിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നോ നീഡ് ടു അറേഞ്ച് ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് ചിലത് കണ്ടുപിടിക്കും, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം അറേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷെ അരിത്തമെറ്റിക് മീൻ അതിന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് കൊണ്ട് വാല്യൂസ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇതിൽ. ഓക്കെ, ചോദിക്കും, മെറിറ്റ്സ് ചോദിക്കും, പഠിച്ചു വെക്കണേ. ദെൻ ഡിമെറിറ്റ്സ് ആണ്, ലിമിറ്റേഷൻസ് ആണ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളതാണ്? ഒന്ന്, എക്സ്ട്രീം വാല്യൂ ഹൈലി എഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ കുറെ വാല്യൂസ്, ഇപ്പൊ 5 ഒബ്സർവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. 5 ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1, രണ്ടാമത്തെ വാല്യൂ എന്ന് 2, മൂന്നാമത്തെ വാല്യൂ എന്ന് 3, നാലാമത്തെ വാല്യൂ എന്ന് 4, അഞ്ചാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിക്കാം. ബാക്കിയുള്ള 1, 2, 3, 4, 5 ലാസ്റ്റത്തെ 1000 ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഒബ്സർവേഷൻ നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? നമ്മളുടെ ഏതെന്ന് പറയുന്നത്, നമ്മളുടെ ആവറേജ് എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂ ഒക്കെ ചെറിയ ചെറിയ വാല്യൂ അല്ലേ? അപ്പൊ എക്സ്ട്രീം വാല്യൂസ് എന്ത് ചെയ്യും? നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇറ്റ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ സിമ്പിൾ ഇൻസ്പെക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സിമ്പിൾ ഇൻസ്പെക്ഷൻ വഴി അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്യണം. നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമുക്കിപ്പോ ഒരു ഇന്റലിജൻസ് അറിയണം, കുട്ടികളുടെ ഇന്റലിജൻസ് അറിയണം. നമുക്ക് അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഒന്നും പറ്റില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻസ്. അതായത് സ്ക്യൂനെസ് കൂടുതൽ ചേഞ്ചസ്, അതായത് വേരിയേഷൻസ് ഉള്ള എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ആണ് അല്ലെ? സിമ്പിൾ അരിത്തമെറ്റിക് മീൻ നമ്മൾ 3 സിറ്റുവേഷനിൽ നോക്കി. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അപ്പൊ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ. ഈ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മുടെ എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല, ഓരോന്നിനും വ്യത്യാസമാണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക? അത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, when all values are not equally important, different weights are assigned. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് നോക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമുക്ക് റൈസ്, വീറ്റ് അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മുടെ ലക്ഷറി ഗുഡ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ വെയ്റ്റഡ് മീൻ എന്ന് പറയുന്നത്. XW ബാർ എന്നുള്ളതാണ് നമ്മൾ വെയ്റ്റഡ് മീനെ ഡിനോട്ട് ചെയ്യുന്നത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ WX ഡിവൈഡഡ് ബൈ സിഗ്മ W ആണ്. എന്താണ് സിഗ്മ WX എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ എക്സ് ബാർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ FX ബൈ N ആണല്ലോ. അതിന്റെ എഫിന്റെ സ്ഥാനത്ത് ഏതാണ്? W. അപ്പൊ സിഗ്മ WX ഡിവൈഡ് ബൈ സിഗ്മ W. ഓക്കെ, ഇപ്പൊ W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, X എന്ന് പറഞ്ഞ വാല്യൂ ആണ്. സിഗ്മ WX എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം കണ്ടുപിടിക്കുക. സിഗ്മ W എന്ന് പറഞ്ഞാൽ വെയിറ്റിന്റെ എല്ലാം സം ആണ്. ഓക്കെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് വെയ്റ്റഡ് ആവറേജ് മീനിന്റെ ഒരു കാൽക്കുലേഷൻ, അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. എ കമ്പനി മാനുഫാക്ചേഴ്സ് 3 types of products, A, B and C. The revenue generated by each product in $1 million and their respective weights are given below. പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, A, B, C തന്നിട്ടുണ്ട്. then റവന്യൂ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് വരുമ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് മീൻ ആണല്ലോ. വെയ്റ്റഡ് മീൻ കണ്ടുപിടിക്കാൻ എന്താണ്? XW ബാർ is equal to സിഗ്മ WX ഡിവൈഡ് ബൈ സിഗ്മ W ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ്? സിഗ്മ WX ആണ്. WX കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം WX കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ സിഗ്മ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് WX കണ്ടുപിടിക്കാം. ആദ്യം W into X. 0.4 into 8 എത്ര പറയാ? 8 വരും അല്ലെ? 0.4 into 20, സോറി 0.4 into 20 എത്ര വരിക? 8 വരും. 0.3 into 15 എത്ര വരിക? 4.5.
25 into 0.2 അല്ലെ 0.2 into 25 എത്ര വരിക 5. അപ്പൊ എത്ര വരിക 8 plus 4.5 plus 5 അതാണ് എന്ത് സിഗ്മ WX. എത്ര വരിക ഇതെല്ലാം കൂടെ ആഡ് ചെയ്താല് 17.5 അല്ലേ വരിക. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഇതാ എക്സ് ഡബ്ല്യു ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ്. സിഗ്മ ഡബ്ല്യു എക്സ് നമുക്കിപ്പോ കിട്ടി. അത് എത്രയാണ് 17.5. ദെൻ സിഗ്മ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ ഈ വെയിറ്റിന്റെ ടോട്ടൽ അല്ലേ. സിഗ്മ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ ആണ് 0.4 പ്ലസ് 0.3 പ്ലസ് 0.2 എത്ര വരിക എത്ര വരിക സിഗ്മ ഡബ്ല്യു എത്ര വരിക 0.9 അല്ലേ വരിക 0.9 ഇവിടെ കൊടുക്കുക 0.9. 17.5 ഡിവൈഡഡ് ബൈ 0.9 എത്ര വരിക ആൻസർ 19.4. ഇതാണ് നമ്മളുടെ എന്ത് വെയിറ്റഡ് ആവറേജ് മീൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി വെയിറ്റ് ആണ് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല ഓരോന്നിനും ഓരോ ഐറ്റത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. അപ്പൊ ഇമ്പോർട്ടൻസിന് പ്രാധാന്യം കൊടുക്കും. ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെയിറ്റഡ് ആവറേജ് മീൻ. വെയിറ്റഡ് ആവറേജ് മീൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക ഡബ്ല്യു. ഫ്രീക്വൻസിക്ക് പകരം ഇവിടെ എന്താ ഉള്ളത് വെയിറ്റഡ് ആവറേജ് മീൻ ആണ്. പക്ഷെ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അതായത് നമ്മള് അവിടെ സിഗ്മ എഫ് എക്സിന് പകരം എന്താ ഇവിടെ പറയുന്നത് സിഗ്മ ഡബ്ല്യു എക്സ് എന്താ പറയാ സിഗ്മ ഡബ്ല്യു എക്സ് ആണ് പറയാ. ഓക്കെ, ജോമെട്രിക് മീൻ എന്താണെന്നാണ് നോക്കുന്നത്. Geometric mean is defined as the nth root of the product of n observation. നമ്മൾക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും, കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതിന്റെ പ്രൊഡക്റ്റ് അതായത് പ്രൊഡക്റ്റ് ഓഫ് n ഒബ്സർവേഷൻ. n ഒബ്സർവേഷന്റെ പ്രൊഡക്റ്റിന്റെ nth റൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മള് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് 5 ഒബ്സർവേഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ 5 ഒബ്സർവേഷനും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഒബ്സർവേഷൻ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ nth റൂട്ട് എന്ന് പറഞ്ഞാൽ 5 അപ്പം അതിന്റെ 1/5 ആ റൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പം ജോമെട്രിക് മീൻ ഈസ് ദ nth റൂട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് n ഒബ്സർവേഷൻസ്. ഓക്കെ, അപ്പൊ അതില് ഡാറ്റയില് മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോസ് ഗ്രോത്ത് റേറ്റ് ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിലും അതായത് ഓരോ നമ്പേഴ്സും തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്യും. എന്നിട്ട് 1/nth അതായത് നമ്മുടെ nth റൂട്ട് അവിടെ കണ്ടുപിടിക്കും. ഓക്കെ, റേസ് ടു 1/n അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുക. ദെൻ നോർമലി നമ്മൾ ലോഗരിതം ഉപയോഗിച്ചിട്ടാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോഗരിതം ഉപയോഗിച്ചിട്ടാണ്. ലോഗരിതം ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുക log x1 plus log x2 plus എക്സെട്ര പ്ലസ് ലോഗ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഓരോ ഒബ്സർവേഷനെ ലോഗരിതം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ഡിവൈഡഡ് ബൈ n അതായത് ഓരോ ഒബ്സർവേഷനും ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും n കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ സാധാരണ x ബാർ ഡിവൈഡ് ബൈ n കണ്ടുപിടിക്കാറുണ്ടല്ലോ. അതിന് പകരം ഇവിടെ എന്താണ് log x കണ്ടുപിടിച്ചിട്ട് അതിന്റെ സം കണ്ടുപിടിച്ചിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റി ലോഗ് നമ്മളിപ്പം കണ്ടുപിടിച്ചതിന്റെ ആന്റി ലോഗരിതം കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക ജോമെട്രിക് മീൻ കിട്ടുക. ഓക്കെ, നമുക്ക് ജോമെട്രിക് മീൻ ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഡാറ്റയിൽ കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉള്ള സിറ്റുവേഷൻസിൽ വെൻ ഡാറ്റ ഈസ് കോമ്പൗണ്ടഡ് അതായത് ഗ്രോത്ത് റേറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെൻ ഡീലിംഗ് വിത്ത് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ് റേഷ്യോസും പെർസെൻറ്റേജും എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ജോമെട്രിക് മീൻ എന്ന്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജ് ഏതാണ് ജോമെട്രിക് മീൻ ആണ്. അതായത് റേഷ്യോസ് പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസിലൊക്കെ. ഓക്കെ, അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ള സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ജോമെട്രിക് മീൻ ആണ്. ജോമെട്രിക് മീനിന്റെ ജോമെട്രിക് മീനിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇറ്റ് ഗിവ്സ് ലെസ് വെയിറ്റ് ടു എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിന് എന്തില്ല അധികം സ്വാധീനം ഇതിലില്ല. It can be used for algebraic treatment. Further algebraic treatment, further ആയിട്ടുള്ള കാൽക്കുലേഷൻസും എന്തെങ്കിലും അത് വെച്ച് ചെയ്യാനൊക്കെ നമുക്ക് സാധ്യമാണ്. യൂസ്ഫുൾ ഫോർ ആവറേജസ് ഓഫ് പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പെർസെൻറ്റേജിനും റേഷ്യോസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ജോമെട്രിക് മീൻ ആണ്. ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ഇതും അതുപോലെ എല്ലാ
ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മെഷറിംഗ് റിലേറ്റീവ് ചേഞ്ചസ്. നമുക്ക് അബ്സല്യൂട്ട് ചേഞ്ചസ് മാത്രമല്ല റിലേറ്റീവ് ചേഞ്ചസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജോമെട്രിക് മീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. ഇത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് geometric mean. The limitations ആണ് it cannot be calculated if values are negative. Very important ആയിട്ടുള്ളൊരു കാര്യമാണ്. നെഗറ്റീവ് ആണ് ഇതിന്റെ, അതായത് വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇഫ് എനി വാല്യൂ ഇസ് 0, ജോമെട്രിക് മീൻ ബിക്കം 0. ഏതെങ്കിലും വാല്യൂ 0 ആണെങ്കിൽ ജോമെട്രിക് മീൻ 0 ആവും. കാരണം എന്താ, ജോമെട്രിക് മീനിൽ നമ്മൾ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്, അതെന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഏതെങ്കിലും നമ്പർ 0 ആകുമ്പോൾ ഫുൾ വാല്യൂ എന്തായി മാറും, 0 ആയിട്ട് മാറും. സംടൈംസ് റിസൾട്ട് മേ നോട്ട് ബി an actual value in the series. ചിലപ്പോൾ എന്താവണമെന്നില്ല, ആ വാല്യൂ ആ സീരീസിലുള്ള ഒരു വാല്യൂ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു റിസൾട്ട് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് അതിന്റെ ഓരോ കാൽക്കുലേഷൻ ആണ്. ഒന്ന്, ജോമെട്രിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇത് log x വെച്ച് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളവർക്ക് അങ്ങനെയും, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അല്ലെങ്കിൽ ലോഗരിതം ടേബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് log x കണ്ടുപിടിക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ലോഗരിതം കണ്ടുപിടിക്കുന്നത്, ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് ലോഗരിതം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലോഗരിതം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമുക്ക് 8 വർക്കേഴ്സിന്റെ മന്ത്ലി ഇൻകംസ് വന്നിട്ടുണ്ട്. 20, 25, 40, 50, 80, 100, 10, 16. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനാണ്. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, ആന്റി ലോഗ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. ആന്റി ലോഗ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണ്ടേ, നമുക്ക് തന്ന എക്സ് വാല്യൂ അങ്ങനെ എടുത്തെഴുതണം. എക്സ് വാല്യൂ എഴുതി കഴിഞ്ഞാല് പിന്നീട് നമുക്ക് log x നമ്മൾ log x എഴുതണം. log x എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എക്സ് വാല്യൂന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ലോഗരിതം വാല്യൂ. അത് 20. 20യുടെ ലോഗരിതം വാല്യൂ 1.301. then 25, then 40, 50, 80, 100, 10, 16. ഓരോ വാല്യൂസിനെ log x കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് കോളം എന്ന് പറയുന്നത്. then അതിന്റെ എന്ത് ചെയ്യുക, സം എല്ലാം കണ്ടുപിടിക്കുക. log xന്റെ സം സിഗ്മ log x കണ്ടുപിടിക്കാം. അതാണ് എന്ത് 12.1072. അതായത് നമ്മുടെ log x എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 12.1072. ഞാനിത് ചെയ്ത് കാണിക്കാത്ത എന്താ വെച്ചാൽ ഇതിപ്പോ ലോഗരിതം വാല്യൂ കണ്ടുപിടിക്കണല്ലോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണത് ഡയറക്റ്റ് ആയിട്ട് ഞാനത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ലോഗരിതം വാല്യൂ എല്ലാം അവിടെ എഴുതുക. ഓരോ വാല്യൂ, അതായത് ഓരോ ഒബ്സർവേഷനെ ലോഗരിതം വാല്യൂ ലോഗ് കണ്ടുപിടിക്കുക. ദെൻ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് log x കിട്ടും അല്ലെ. അപ്പൊ സിഗ്മ log x കിട്ടും. സിഗ്മ log x ഡിവൈഡഡ് ബൈ n. എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. നമുക്ക് 8 വർക്കേഴ്സിന് ഓൾറെഡി തന്നിട്ടില്ലേ, നമ്മൾ എണ്ണി നോക്കുക. 8 പേരാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 8. ഇനി എന്ത് ചെയ്യാം, സിഗ്മ log x ബൈ n എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, സിഗ്മ log x ബൈ n ഇവിടെ എങ്ങനെയാ വരിക, എന്നെ സിഗ്മ log x ബൈ n വരിക. നമുക്ക് സിഗ്മ log x കിട്ടിയിട്ടുണ്ട്. അത് എത്രയാ, 12.1072 അല്ലെ. ഡിവൈഡഡ് ബൈ n എത്രയാ, എന്ന് പറയുന്നത് നമ്മളുടെ 8 ആണ്. എന്ന് പറയുന്നത് 8. ഇവിടെയൊക്കെ നിങ്ങൾ സ്മോൾ n എഴുതുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.513. 1.513 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സിഗ്മ log x ബൈ n കിട്ടുന്നത്. ഇനി എന്ത് എഴുതാം, ആന്റി ലോഗ് എഴുതണം അല്ലെ. ആന്റി ലോഗ് ഇത് 1.5134 എന്നാ വരിക, അത് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 32.6. ഇതാണ് നമ്മളുടെ എന്ത്, നമ്മളുടെ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആകെ ലോഗരിതം കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂ അതേപോലെ എഴുതുക, അതിന്റെ ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക, അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, പിന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്, എന്താ
ആന്റി ലോഗ് അത് മറന്നു പോകരുത്. ആന്റി ലോഗ് എന്ന് ആദ്യം എന്തായാലും എഴുതണം. ആന്റി ലോഗ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ. അപ്പൊ ലോഗ് എക്സ് കണ്ടുപിടിക്കുക, അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ എന്ത് എൻ. പിന്നെ അതിനെന്ത് ചെയ്യുക, ലാസ്റ്റ് ആണ് ആന്റി ലോഗരിതം കണ്ടുപിടിക്കാൻ. ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ലോഗ് എക്സ് കണ്ടുപിടിക്കുക, പിന്നെ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക, ദെൻ അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ അതിന്റെ ആന്റി ലോഗരിതം കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് ജോമെട്രിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലെ ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ജോമെട്രിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ സീരീസിൽ എന്താ പറഞ്ഞേ, ആന്റി ലോഗ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ ആണ് അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആന്റി ലോഗ് സിഗ്മ ലോഗ് എക്സിന് പകരം അവിടെ നമ്മൾ എന്ത് പറയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ എഫ് എക്സ് വരും. ഓക്കെ, എഫ് ഇൻറ്റു സിഗ്മ ലോഗ് എഫ് ഇൻറ്റു ലോഗ് എക്സ് വരും. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. ആദ്യം നമ്മള് പ്രൈസ് ഡിമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസിന് എക്സ് വാല്യൂ ആണ്, ഡിമാൻഡ് എഫ് ആണ്. ലോഗ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് തന്ന ഇൻഫർമേഷൻ എക്സ് എഴുതുന്നു, രണ്ടാമത് എഫ് എഴുതുന്നു, ദെൻ ലോഗ് എക്സ് കണ്ടുപിടിക്കുന്നു, എഫ് ഇൻറ്റു ലോഗ് എക്സ്. അപ്പൊ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ലോഗരിതം. ഓക്കെ, അതാണ് തേർഡ് കോളം. ഫോർത്ത് കോളം എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിന് എന്ത് ചെയ്യുന്നു, എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഫോർത്ത് കോളം വരുന്നത്. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ എങ്ങനെ കിട്ടി, 25.3668, 5.0882, 9.66, 11.9895, 17.944, 21.761. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂസ് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം എഫ് ഇൻറ്റു ലോഗ് എക്സ് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ എഫ് ഇൻറ്റു ലോഗ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഇനി അതിന്റെ സിഗ്മ സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കിട്ടുക, നമ്മൾ കോളത്തിൽ കണ്ടുപിടിച്ചില്ലേ നേരത്തെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 91.8095 കിട്ടും. n എന്ന് പറയുന്നത് എന്താണ് ഇവിടെ, ശ്രദ്ധിക്കണം, ഇവിടെ n എന്ന് പറയുന്നത് ഇത് പിന്നെ എന്താ പറയാ, ഡിസ്ക്രീറ്റ് സീരീസ് ആണല്ലോ. അതുകൊണ്ട് n ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസിൽ എപ്പോഴും n എന്തായിരിക്കും, സിഗ്മ എഫ് ആയിരിക്കും അല്ലെ. എന്ന് പറഞ്ഞാൽ ഇവിടെ 41 ആണ് വരിക. അപ്പൊ നമുക്ക് അവിടെ ലോഗരിതം കണ്ടുപിടിക്കണം. അപ്പൊ അത് ആന്റി ലോഗ് ആണ് നമുക്ക് വരിക. ആന്റി ലോഗ് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ആന്റി ലോഗ് എന്താണ്, സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സിഗ്മ എഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കാം. അതിനെ n കൊണ്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതേ, കാരണം എന്താ, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന n എന്ന് പറയുന്നത് എന്താണ്, n ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ആണല്ലോ. നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടി സിഗ്മ എഫ് ലോഗ് എക്സ് നമുക്ക് എത്ര കിട്ടിയതാ, 91.8095 കിട്ടി അല്ലെ. അതിന് എന്ത് ചെയ്യാ, സിഗ്മ n എന്ന് പറയുന്നത് 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2.2392. അതിന്റെ ആന്റി ലോഗരിതം കണ്ടു, ആന്റി ലോഗ് ഉണ്ടല്ലോ, അത് മറന്നു പോകല്ലേ. ജോമെട്രിക് മീനിൽ ആന്റി ലോഗ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകാനേ പാടില്ല. ലോഗരിതം ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആന്റി ലോഗരിതം കണ്ടുപിടിക്കണം അല്ലെ, നിങ്ങൾക്ക് അറിയാം. ആന്റി ലോഗ് എന്നായിരിക്കും. അപ്പൊ ആന്റി ലോഗ് എത്ര വരും, ആന്റി ലോഗ് ഇത് ഇവിടെ വരുന്നിട്ടുണ്ട് അല്ലെ. ആന്റി ലോഗ് 2.2392, അപ്രോക്സിമേറ്റ്ലി 17.3 ആണ് ഇതിന്റെ എന്ത് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. 173.5 173.5 ആണ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മള് ഇൻഡിവിജ്വൽ സീരീസിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ ലോഗ് എക്സ് കണ്ടുപിടിക്കുക, പിന്നെ എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ എഫ് ഇൻറ്റു ലോഗ് എക്സ് ആയി, പിന്നെ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ എഫ് ആണ്. പിന്നെ എന്താണ്, ആന്റി ലോഗരിതം കണ്ടുപിടിക്കുക. ഓക്കെ, ലോഗരിതം നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ നിങ്ങളുടെ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചോ കണ്ടുപിടിക്കാം അതിന്റെ വാല്യൂസ്. നമുക്ക് ജോമെട്രിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് പറഞ്ഞാല് അവിടെ ക്ലാസ് ഇന്റർവെൽ ഉണ്ടാവും അല്ലെ. പിന്നെ എന്തുണ്ടാവും, നമുക്ക് എഫ് വാല്യൂ ഉണ്ടാവും. ക്ലാസ് ഇന്റർവെൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം അതിന് എന്ത് ചെയ്യണം, അതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്വേഷൻ ഉപയോഗിച്ച് പറഞ്ഞു തന്നായിരുന്നു. എന്താ ഈ മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, ലോവർ ലിമിറ്റ് L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ 2. അതാണ് എന്ത് എക്സ് മിഡ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ എന്ത് നോക്കിയാൽ 0 പ്ലസ് 10/2 എത്ര കിട്ടും, 5 കിട്ടും. അല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാം, 0യ്ക്കും 10ന്റെ മിഡ് വാല്യൂ 5 ആണ്, 10ന്റെയും 20യുടെയും മിഡ് വാല്യൂ 15 ആണ്.
20യുടെയും 30യുടെയും മിഡ് വാല്യൂ 25, 30യുടെയും 40യുടെയും 35. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, അല്ലാത്ത ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. then എഫ് വാല്യൂ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഡിസ്ക്രീറ്റ് സീരീസ് ആയില്ലേ, അതുപോലെ ആയില്ലേ. ഇപ്പൊ എക്സ് വാല്യൂ ഉണ്ട്, എഫ് വാല്യൂ ഉണ്ട്, പിന്നെ ലോഗ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഇൻറ്റു ലോഗ് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഓരോ വാല്യൂന്റെ എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്, അത് ഓർക്കണേ. കണ്ടിന്യൂസ് സീരീസിലെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, മിഡ് വാല്യൂ. കണ്ടിന്യൂസ് സീരീസ് കിട്ടിയ ആദ്യം നമ്മൾ അതിന്റെ മിഡ് വാല്യൂ എക്സ് കണ്ടുപിടിക്കുക, പിന്നെ അത് ഡിസ്ക്രീറ്റ് സീരീസിന് എന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, എഫ് ഇൻറ്റു സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ്, എഫ് ഇൻറ്റു ലോഗ് എക്സ് കണ്ടുപിടിച്ചല്ലോ, ആ കോളത്തിന്റെ സിഗ്മ, പിന്നെ എൻ, പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെ. നമുക്ക് 23.273 കിട്ടിയിട്ടുണ്ട്, 2739 കിട്ടിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ 20 ആണ് എൻ എന്ന്. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു, സിഗ്മ എഫ്, ഫ്രീക്വൻസിയുടെ കുളവില്ലേ അതിന്റെ സമ്മാണ് എന്ത്, എൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് 1.1637 കിട്ടി, അതിന്റെ ആന്റി ലോഗരിതം കണ്ടുപിടിക്കാം. ആന്റി ലോഗ് 1.1637 എന്ന് പറയുന്നത് എത്രയാണ്, 14.58 ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താണ്, തൗസൻഡ്സിലാണ്. എന്തുകൊണ്ടാണ്, കാരണം ഇവിടെ നമ്മുടെ വാല്യൂ നമ്മളെല്ലാം തൗസൻഡ്സിലുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലാസ്റ്റ് ആൻസർ കിട്ടുന്ന സമയത്ത് അതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 14.58 ഇൻറ്റു 1000 എത്ര വരിക, നമുക്ക് 14,580 ആണ് നമ്മുടെ ജോമെട്രിക് മീൻ. എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ലോഗരിതം ആന്റി ലോഗരിതം കണ്ടുപിടിക്കാൻ അറിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. പക്ഷെ ലോഗരിതം ആന്റി ലോഗരിതം എല്ലാം നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് ഈസി തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, then harmonic mean ആണ്. എന്താ harmonic mean എന്ന് പറഞ്ഞാല്, harmonic mean is the reciprocal of the arithmetic mean of the reciprocal of the given observation. നമുക്ക് കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ടാവും, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം. റെസിപ്രോക്കൽ കണ്ടുപിടിച്ചിട്ട് അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം, n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. അപ്പൊ നമുക്കൊരു പിന്നെ സീരീസ്, അതായത് നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ആ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വിൽക്രമം അല്ലെ, വിൽക്രമത്തിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക, then അതെന്ത് ചെയ്യുക, അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, then നമ്മുടെ n വാല്യൂ, n എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഇൻഡിവിജ്വൽ സീരീസിൽ. മറ്റേലൊക്കെ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ് അല്ലെ. അപ്പൊ n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എളുപ്പമാണ്, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഹാർമോണിക് മീനെ നമ്മൾ റെപ്രസെന്റ് HM ആണ്. HM is equal to n ഡിവൈഡ് ബൈ സിഗ്മ 1/x. എന്താ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, it is the reciprocal of the arithmetic mean of the reciprocal of the given observation. അതായത് given observationന്റെ റെസിപ്രോക്കൽ ഓഫ് ദ ഗിവൺ ഒബ്സർവേഷൻ, നമ്മൾക്ക് തന്ന ഒബ്സർവേഷന്റെ റെസിപ്രോക്കലിന്റെ അരിത്തമെറ്റിക് മീനിന്റെ റെസിപ്രോക്കൽ. അപ്പൊ രണ്ട് റെസിപ്രോക്കൽ പറഞ്ഞല്ലേ, ഒന്ന് നമുക്ക് തന്ന ഒബ്സർവേഷന്റെ റെസിപ്രോക്കല്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മീൻ കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ. നിങ്ങൾ നോക്കി ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, സിഗ്മ x/n ആണല്ലോ. ഇവിടെ 1/x/n ആണല്ലേ, കാരണം എന്താ, ഇവിടെ 1/x ആണല്ലോ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുമ്പോൾ എക്സിന്റെ റെസിപ്രോക്കൽ 1/x അല്ലേ. അപ്പൊ 1/x ശരിക്കും 1/x/n അല്ലേ വേണ്ടത്, സിഗ്മ 1/x/n അല്ലേ നോർമലി നമ്മള് മീൻ കണ്ടുപിടിക്കുമ്പോൾ. പക്ഷെ ഇവിടെ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ സിഗ്മ 1/x/n നേരെ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, n/സിഗ്മ 1/x ആവും അല്ലെ. അതുകൊണ്ടാണ് ഇക്വേഷൻ തന്നെ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമെറ്റിക് mean of the reciprocal of the given observation. Harmonic mean is equal to n divided by sigma 1/x. Okay, എന്ന് പറഞ്ഞ number of observation ആണ്. എപ്പോഴൊക്കെയാണ് ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷ്യോസ്, സ്പീഡ് റേറ്റ്സ്, സ്പീഡെല്ലാം ഉപയോഗിക്കാൻ നമ്മൾ അധികം സ്പീഡിന്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാറുണ്ട്. ഹാർമോണിക് മീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യൂസ്ഫുൾ വെൻ ടൈം ഓർ ഡിസ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ്. ടൈമും ഡിസ്റ്റൻസ് എല്ലാം കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് ഹാർമോണിക്. ഇനി നമ്മൾ ഹാർമോണിക് മീനിന്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. ഹാർമോണിക് മീനിന്റെ അഡ്വാൻറ്റേജസിൽ ഒന്നാമത്, it gives more weight to smaller values. Smaller values കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. നമുക്ക് റേഷ്യോസും റേറ്റ്സ് എല്ലാം ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒന്നാണ് ഹാർമോണിക് മീൻ. Then it is based on all observations. ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. It is rigidly defined. It can be calculated even with negative values. Negative values ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. Then limitations ആണ്.
ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. നമുക്ക് ഇതിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ആദ്യം റെസിപ്രോക്കൽ എല്ലാം കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് മേ നോട്ട് റെപ്രസെന്റ് ദ ഡാറ്റ ആക്യുറേറ്റ്ലി ഇൻ ഓൾ കേസസ്. എല്ലാ കേസസിലും ആക്യുറേറ്റ് ആയിട്ട് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ദെൻ കോമൺ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ദെൻ സീറോ, അതായത് വാല്യൂ സീറോ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സമ്മറി വാല്യൂ, ഇതെന്ന് പറയുന്നത് ഒരു സമ്മറി വാല്യൂ മാത്രമാണ്. ഓക്കെ, ആൽജിബ്രൈക് യൂസേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് നമ്മളുടെ ഹാർമോണിക് മീൻ. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്കിപ്പോ എക്സാമ്പിൾ സ്പീഡ്, അധികം ഞാൻ പറഞ്ഞ സ്പീഡൊക്കെ വരിക 15, 18, 20, 25, 15 ഇങ്ങനെ ഓരോ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 1/x കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? 1/x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് വാല്യൂ എവിടെ എഴുതുക? താഴെ 1/x എഴുതുക. ഇവിടെ നോക്കിയേ 1/15, ഓരോന്നിന് 1/15 കണ്ടുപിടിക്കുക. പിന്നെ 1/18 കണ്ടുപിടിക്കുക. പിന്നെ 1/20 കണ്ടുപിടിക്കുക. പിന്നെ 1/22 കണ്ടുപിടിക്കുക. 1/17. ആ വാല്യൂസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതാണത്? ആ വാല്യൂസ് എന്ന് പറയുന്നതാണ് ഇത് ഈ വാല്യൂ. ഓക്കെ, അതായത് 0.066 ആണ് ഇത് 1/x, അതായത് നമ്മളുടെ 1/15 എന്ന് പറയുന്നത്. 1/18 എന്ന് പറഞ്ഞാല് 0.0555. then 1/20 എന്ന് പറഞ്ഞാൽ 0.05. then 1/22 എന്ന് പറഞ്ഞാൽ 0.4545. 1/17 എന്ന് പറഞ്ഞാല് 0.05882. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുക. ദെൻ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അതായത് നമ്മളിപ്പോ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചുള്ള 1/x. അപ്പൊ ഇതെന്താണ്? പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ 1/x. 1/xന്റെ സിഗ്മ കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 0.27637. then ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ, ഹാർമോണിക് മീനിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ഹാർമോണിക് മീൻ is equal to n divided by സിഗ്മ 1/x അല്ലെ. എന്താണ് n എന്ന് പറഞ്ഞാല്? n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. കാരണം ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ് അല്ലെ. ഇപ്പൊ വേണമെങ്കിൽ സ്മോൾ ലെറ്റർ n എഴുതാം കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വേണമെങ്കിൽ സ്മോൾ ലെറ്റർ n എഴുതാം. ഓക്കെ, നിങ്ങളോട് പറഞ്ഞല്ലോ ക്യാപിറ്റൽ ലെറ്റർ n നിങ്ങൾ സിഗ്മ എഫിന്റെ അടുത്ത് എഴുതിക്കോ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ സ്മോൾ ലെറ്റർ n എഴുതാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മാത്രമാണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് ഇവിടെ 5 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ എത്ര വരിക? നമുക്ക് 5 divided by 0.27637 വരും അല്ലെ. 5 divided by 0.27637 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 18.09 km/h. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ ഇതേപോലെയുള്ളൂ, എന്താ വ്യത്യാസമുള്ളൂ? എഫ് ഉണ്ടാവും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? നിങ്ങൾ തന്നെ പറ. ജനറൽ ഇക്വേഷൻ എന്താണ്? n divided by ആണല്ലോ. ഇതും അങ്ങനെ തന്നെ. ഹാർമോണിക് മീൻ is equal to, നമുക്ക് നോക്കാലോ. ഹാർമോണിക് മീൻ is equal to നോർമൽ ഇക്വേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് നമ്മൾ ഉപയോഗിച്ച n divided by സിഗ്മ 1/x അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എഫ് ഉണ്ടല്ലോ. അപ്പൊ അത് എവിടെയാ വരിക? എഫ് എന്ന് പറയുന്നത് എവിടെയാ വരിക? f into 1/x വരും. f into 1/x എന്ന് വരും. ഓക്കെ, അതായത് 1/x കണ്ടുപിടിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ f കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അതിന് പകരം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? n divided by f/x ചെയ്താൽ മതി. സിഗ്മ f/x 1/x കണ്ടുപിടിക്കണ്ട, പിന്നെയോ f/x കണ്ടുപിടിച്ചാൽ മതി. വെരി ഇമ്പോർട്ടന്റ് ആണ്, എളുപ്പമായിട്ട് കണ്ടുപിടിക്കുക. ആദ്യം 1/x കണ്ടുപിടിച്ച് പിന്നെ n കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട കാര്യമില്ല. പിന്നെയോ f divided by x കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം തന്ന വാല്യൂ x എഴുതുക, പിന്നെ f എഴുതുക, then f/x. 1/x into f ആയാലും ഒരേ വാല്യൂ തന്നെ, പക്ഷെ രണ്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആദ്യം 1/x കണ്ടുപിടിക്കണം, പിന്നെ f കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനേക്കാൾ എളുപ്പം എന്താണ്? f divided by x. ഓക്കെ, ആദ്യം x എഴുതുക, പിന്നെ f എഴുതുക, പിന്നെ f divided by x. അതായത് 8/11, പിന്നെ 7/12, പിന്നെ 4/13, അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. അപ്പൊ f/x കിട്ടി. then എന്ത് ചെയ്താൽ മതി? അതിന്റെ സിഗ്മ, ഇതിന്റെ എല്ലാം സമ്മ് കണ്ടുപിടിക്കുക. പിന്നെ n divided by സിഗ്മ f/x അല്ലെ. n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു? സിഗ്മ f. കാരണം എന്താ? ഇവിടെ ഫ്രീക്വൻസി ഉണ്ടല്ലോ. ഫ്രീക്വൻസി ഉള്ളപ്പോ എല്ലാം n എന്ന് പറഞ്ഞ സിഗ്മ f ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് ഇതേപോലെ ക്ലാസ് ഇന്റർവെൽ ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി, മിഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. മിഡ് വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, 10നും 0യ്ക്കും 10നും ഇടയിലുള്ള മിഡ് വാല്യൂ എത്ര, 5. 10നും 20ക്കും ഇടയിലുള്ളതോ 15. 20ക്കും 30ക്കും ഇടയിലുള്ളതോ 25. 30ക്കും 40ക്കും ഇടയിലുള്ളതോ 35. ഓക്കെ, അപ്പൊ എത്ര വന്നു, 5, 15, 25, 35. ഇതാണ് നമ്മുടെ മിഡ് വാല്യൂ. അപ്പൊ അത് എക്സ് ആയി മാറിയല്ലോ. പിന്നെ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ തന്ന ഫ്രീക്വൻസി എടുത്തിടും. ഏതൊക്കെയാ, 2, 3, 4, 2. ഇനി എന്താ ചെയ്യണ്ടേ, 1/x കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ f/x കണ്ടുപിടിച്ചാൽ മതിയല്ലോ. f/x എങ്ങനെ, f/x 2/5, 3/15, 4/25, 2/35. ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇതാ അതോരോന്നും എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2/5.4, 3/15.2, 4/25.16, 2/35.0571. എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹാർമോണിക് മീൻ ഇക്വേഷൻ. ഹാർമോണിക് മീൻ is equal to n divided by എന്താണ്, n divided by sigma f/x അല്ലെ. അപ്പൊ നമ്മൾ സിഗ്മ f/x എനിക്ക് കിട്ടിയല്ലോ. എത്രയായിരുന്നു അത്, സിഗ്മ f/x എന്ന് പറയുന്നത് ഇതാണ്, ഇതാ 0.8171. n എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്, അല്ലെങ്കിൽ എഫ് എല്ലാം കൂടെ കൂട്ടുന്നത്. അപ്പൊ ഇത് എത്ര കിട്ടുക, 11. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും, 11/8.8171. അപ്രോക്സിമേറ്റ്ലി 13 ആണ് നമ്മുടെ വാല്യൂ. അതായത് നമ്മുടെ പിന്നെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ.